ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഡോണറ്റാണ്. ഡോണറ്റ് ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെയാണ് നമ്മൾ മിക്കവാറും വാങ്ങണം. വീട്ടിലുണ്ടാക്കുന്ന അത്ര ശരിയാവാറില്ല. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഡോണറ്റ് കുട്ടികൾക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് മൈദ ഇടുന്നുണ്ട്. പക്ഷേ ഇതൊരു അളവായിട്ട് എടുക്കേണ്ട. വീണ്ടും നമ്മൾ കുഴച്ചൊക്കെ വരുമ്പോൾ വീണ്ടും മൈദ യൂസ് ചെയ്യേണ്ടി വരും അതിൻ്റെ കൂടെ കുഴച്ചെടുക്കാനും ഒക്കെ. അപ്പോൾ ഇപ്പോൾ ആദ്യം 2 കപ്പ് മൈദ എടുക്കുക. പിന്നെ അതിലേക്ക് ലേശം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും യോജിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ വേണം. അപ്പോൾ ഞാൻ 2 കപ്പിന് 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കപ്പാട്ടോ ഇത്, നമ്മൾ ചായ കുടിക്കുന്ന ചെറിയ കപ്പിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റാണ്. ഈസ്റ്റ് ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഈസ്റ്റാണ്, പെട്ടെന്ന് നല്ല ഇതായി വരുന്ന ഈസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നല്ല ഈസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. മുട്ടയും പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരണം. അപ്പോൾ ഇതുപോലെ ഒരു ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ചായിട്ട് ഈ പൊടിയിലേക്ക് മൈദയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്തെങ്ങാനും വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ച് മൈദയും കൂടി ചേർക്കാം. കാരണം 1 കപ്പ് പാല് 1 മുട്ട ആ ഒരു അളവിലെടുത്താലാണ് ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ മൈദയുടെ അളവ് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് അത് നമ്മൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ പൊടി ഇട്ട് കൊടുത്ത് തന്നെ കുഴച്ചെടുക്കണം. കറക്റ്റായിട്ട് നമുക്കൊരളവ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിനിപ്പോൾ ഞാനൊരു 10-12 ഡോണറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ 2 കപ്പ് മാവ് ആദ്യം എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാവ് കുറച്ചുകൂടി കട്ടിയാവണം തോന്നുകയാണെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ബാക്കി ഇരിക്കുന്ന പാലും ഒക്കെ കൂടി ചേർത്ത മിക്സ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കിയെടുത്തു. ഇപ്പം സ്പൂണും കൊണ്ട് നിങ്ങൾക്ക് ഇളക്കുമ്പോൾ അറിയാൻ കണ്ടോ, കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ഈ മാവിന് കുറച്ചും കൂടി ഒന്ന് കട്ടി വേണം. അപ്പം ഞാനൊരു ലേശം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, ഒരു 2 സ്പൂൺ പൊടി. എന്നിട്ട് ഞാനിത് നന്നായിട്ട് ഇളക്കി ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് തറയിൽ കുറച്ച് പൊടി വിതറി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. എന്നാലേ ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. നമ്മൾ ശരിക്കും നല്ല പ്രസ് ചെയ്ത്, നമ്മൾ എത്രത്തോളം പ്രസ് ചെയ്ത് മയത്തിൽ കുഴയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ ഡോണറ്റിന് സോഫ്റ്റും ആയിരിക്കും, ടേസ്റ്റും ഉണ്ടാവും. അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കണ്ടോ, കറക്റ്റായിട്ട് വെള്ളവും മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് പൊങ്ങാൻ വേണ്ടി വയ്ക്കണം. ഒരു 2-3 മണിക്കൂർ വയ്ക്കാമെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഞാനത് നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ തുണി ഇങ്ങനെ ഒന്ന് മാറിപ്പോകാൻ, ഇപ്പോൾ നമ്മൾ 2-3 മണിക്കൂർ വെക്കുകയാണല്ലോ, അപ്പോൾ ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രമേ അങ്ങനെ ചെയ്തു എന്നുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്തും കൂടി
ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് 2 ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് പൊടി തൂവി കൊടുത്ത ശേഷം ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പരത്തുന്ന എവിടെ വെച്ചിട്ടാണോ അവിടെ പരത്തിയെടുക്കുന്ന ആ പ്രതലത്തിലും കുറച്ച് പൊടി നമ്മൾ തൂവി കൊടുക്കണം. എന്നാലാണ് നമുക്കിത് ഒട്ടിപ്പിടിക്കാതെ പരത്തിയെടുക്കാനും. പിന്നെ നമ്മൾ ഒരു മണിക്കൂറോളം വീണ്ടും ഇവിടെ തന്നെ ആ ഷേപ്പിൽ മുറിച്ചെടുത്ത ശേഷം നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒട്ടിപ്പിടിച്ച് നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ നേരത്ത് അവിടെ ഒട്ടിപ്പിടിച്ച് പോകരുത്. നമുക്ക് ഈസി ആയിട്ട് അവിടെ നിന്ന് എടുത്ത് എണ്ണയിലേക്ക് ഇടാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ പരത്തുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പൊടി ആ പ്രതലത്തിൽ നമ്മൾ പരത്തുന്നത് എവിടെ വെച്ചിട്ടാണോ അവിടെ കുറച്ച് പൊടി തൂവി കൊടുത്ത ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ നമ്മളിതായത് സെൻറ്റർ കറക്റ്റ് ഒരു ഇതിൽ നമ്മൾ പരത്തിയെടുക്കണം. അതിൻ്റെ കട്ടി കറക്റ്റ് ആയിരിക്കണം. ചില ഭാഗത്തിന് കട്ടി കൂടി കുറഞ്ഞ് അങ്ങനെ പോരുന്നത്, അപ്പോൾ നമുക്ക് ഷേപ്പ് പോവും ഡോണറ്റിൻ്റെ. പിന്നെ നമുക്കിതുപോലെ അറ്റം കുറച്ച് ഷാർപ്പായിട്ടുള്ളൊരു പാത്രം വെച്ചിട്ട് റൗണ്ടിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ 4 ഡോണറ്റിനുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് വീണ്ടും കുഴച്ചെടുത്ത ശേഷം വീണ്ടും ഇതുപോലെ മുറിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ബാക്കി ഉള്ള ഭാഗം അങ്ങ് മാറ്റാം. നമുക്ക് റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് മുറിച്ചെടുക്കണം. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയാലാട്ടോ നമുക്ക് ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു കുപ്പിയുടെ ഒരു അടപ്പ് വെച്ചിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതങ്ങ് എടുത്ത് മാറ്റുക. ഇപ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ അതേ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് വീണ്ടും പരത്തി ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂറെങ്കിലും ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ വെച്ച ശേഷം ഒന്ന് നന്നായിട്ട് നനച്ച് പിഴിഞ്ഞെടുത്തൊരു കോട്ടൺ തുണി വെച്ചിട്ട് കവർ ചെയ്ത് വച്ചു കൊടുക്കണം. കുറച്ച് പൊടി ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച്, ഒത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. നമ്മൾ എണ്ണയിലിട്ട് എടുക്കുമ്പോൾ കളർ ചേഞ്ച് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ഇരുന്ന് ഡബിളായിട്ട് വരും. എന്നാലാണ് നമുക്ക് എണ്ണയിലിട്ടെടുക്കുമ്പം ഡോണറ്റിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിൽ പൊങ്ങി ഷേപ്പിൽ വരത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്നും കൂടി കവർ ചെയ്ത് ഇവിടെ വയ്ക്കാം. നമ്മൾ എത്ര എണ്ണ ഉണ്ടാക്കിയോ അപ്പോൾ അതനുസരിച്ച് വലിയൊരു ടവലെടുത്ത ശേഷം കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എണ്ണയിലിട്ടെടുക്കുകയാണ്. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം, കൂട്ടി വയ്ക്കാൻ പാടില്ല. മീഡിയത്തിലോ അല്ലെങ്കിൽ കുറച്ചോ വയ്ക്കുക. എന്നിട്ട് നമ്മൾ അത് ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അധികം അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് അങ്ങ് ക്രിസ്പിയാക്കി മുരിച്ചെടുക്കരുത്, സോഫ്റ്റ്നെസ് പോകും അതിൻ്റെ. അപ്പോൾ 2 വശത്തേക്കും മാറി മാറി ഇട്ട് കൊടുത്ത് അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്തെടുത്താലേ നമുക്ക് ആ കറക്റ്റ് കളറിൽ വരത്തുള്ളൂ. ആ ഡോണട്ട്സിൻ്റെ ഒരു കളറിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ പഞ്ചസാരയും പിന്നെ ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും കൂടി പൊടിച്ചെടുത്തേക്കണതാണ് ഇതിൽ നമുക്ക് ജസ്റ്റ് ഈ ഡോണട്ട്സ് എല്ലാം ഉണ്ടാക്കി വെച്ച ശേഷം അതിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ ഇതുപോലെ എടുക്കുമ്പോൾ നമുക്ക് മധുരവും കൂടുതൽ കിട്ടും. കാരണം നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയല്ലേ ആദ്യം ചേർത്തിട്ടുള്ളൂ. പിന്നെ ആ ഡോണട്ട്സിൻ്റെ നല്ല ആ സെയിം ടേസ്റ്റ് തന്നെ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ഡോണട്ട്സും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോണട്ട്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഇങ്ങ് മുറിഞ്ഞു പോരും. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എപ്പോഴും ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ കൊള്ളില്ല, കാരണം ഇത് മൈദയാണ്, അത്ര ഹെൽത്തി അല്ല. എന്നാലും പ്രത്യേക അവസരങ്ങളിൽ നമുക്ക് വീട്ടിൽ തന്നെ ഡോണട്ട്സ് കടയിൽ നിന്ന് വാങ്ങാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.